പ്രിയപ്പെട്ടവരെ നമസ്കാരം. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ നമ്മളിന്ന് അടപ്രഥമൻ പായസമാണ് ഉണ്ടാക്കാൻ പോണത്. ഉണ്ടാക്കൽ കഴിഞ്ഞു. ആ വീഡിയോ നമുക്ക് കാണാം. കഴിഞ്ഞിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വന്നിട്ടുള്ളത്. നല്ല ഭംഗിയില്ല സരിതനാണ്. ചേട്ടനാണ് ഭംഗിയുണ്ട്. ഈ പറമ്പില് ചേട്ടൻ പണിയെടുക്കുമ്പോൾ ഞാൻ പാചകം ചെയ്യാനല്ല നമ്മൾ ഈ പറമ്പിലേക്ക് വരാറ്. ഞാൻ ചോദിച്ചു, ഇതിപ്പോൾ ചേട്ടൻ തന്നെയാണ് ചെയ്യണത്, പായസം വെക്കണത് ചേട്ടന് വേറെ ആരും ചെയ്യണത് ഇഷ്ടമല്ല, ചേട്ടൻ തന്നെ ചെയ്യണം. അപ്പം അത് ചേട്ടൻ തന്നെ ചെയ്യണം. അപ്പം ഞാൻ വെറുതെ ഇവിടെ നിൽക്കുക വേണ്ടോ, അപ്പം നമുക്ക് അവിടെ ചെയ്താൽ മതിയായിരുന്നു. എല്ലാ സാധനങ്ങളും കൊണ്ട് ഇങ്ങോട്ട് ഞാൻ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നേ. അപ്പോഴേ ഈ അടപ്രഥമൻ പായസം ഉണ്ടാക്കുമ്പോൾ അട വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ ഞാൻ അട അണിഞ്ഞ് ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇതാണ്, അത് മിനിറ്റ് നേരം വെച്ച് കഴിയും പായസം കുടിക്കാൻ. ഇതാണ് ഉണക്കലരി എന്ന് പറഞ്ഞ സാധനം. ഉണക്കലരി വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് പായസത്തിന്, അടപ്രഥമൻ പായസത്തിന് വെക്കാനായിട്ട്. ഉണക്കലരി ഒരു 2-3 മണിക്കൂർ മുമ്പ് നമുക്ക് ആവശ്യമുള്ള അട, എന്തോരം അട ഉണ്ടാക്കിയാലും നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഏതെങ്കിലും ദിവസം അട ഉണ്ടാക്കണമെങ്കിൽ അട പായസം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇതിപ്പോൾ ഞാൻ 300 ഗ്രാം അരി എടുത്തിട്ട് ഒരു 3 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ടിട്ട് അത് മിക്സിയുടെ ജാറിൽ ഇട്ട് പൊടിച്ചു. നമുക്ക് കണ്ടമാനൊന്നും പൊടിപ്പിക്കാൻ കൊണ്ടുപോകണമെങ്കിലാണ് സദ്യകൾക്കൊക്കെ 5, 10, 15 കിലോനൊക്കെ നമുക്ക് പൊടിപ്പിക്കാൻ കൊണ്ടുപോകാണ്ടാവും. പക്ഷേ നമുക്കിത് ഇത്തിരിയായിട്ട് പൊടിപ്പിക്കാൻ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇത് വെള്ളത്തിലിട്ടത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് ഇങ്ങനെ അരിച്ചെടുത്താണ് കേട്ടോ. അത് ഇവിടെ ഇതിലാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് മെയിൻ സാധനം. പിന്നെ നാളികേരം പാലും ഇതൊക്കെ 1-ാം പാലും 2-ാം പാലൊക്കെ അവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വാഴല ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടനെ കുഴയ്ക്കണം. അത് കുഴയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ഇലയിന്ന് വാട്ടി വയ്ക്കാം, എന്നിട്ട് കുഴയ്ക്കാം. അല്ലെങ്കിൽ കയ്യുമ്പതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ തീ കത്തിച്ച് കഴിഞ്ഞാൽ നന്നായി സരിതാനം ഞാൻ ഒരല്പസമയം നേരത്തേക്കാണ് ഇതൊക്കെ ഈ ഇത് കെട്ടണ വരെയാണ് സരിതാനം ഞാൻ ഇവിടേക്ക് വിളിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സരിതര ആവശ്യമില്ല. അയ്യോ, സരിതര ആവശ്യമില്ല കേട്ടാ. ഞാൻ പറയുന്നത് ഈ പായസം ഉണ്ടാക്കണേലിട്ടാ. അപ്പോൾ ഈ ഇല വാട്ടണേനെ പറയാം. പണ്ട് കാലത്ത് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സദ്യ തുടങ്ങുന്നതിന് മുമ്പ് പാചകക്കാർ വരുന്ന സമയത്ത് തന്നെ അവരാദ്യം തന്നെ ഈ വാഴലില്ലേ അത് വെയിലത്ത് വെട്ടിയിട്ടുണ്ടാവും. വേനൽക്കാലാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഇത് വാട്ടും, അടുപ്പിൻ്റെ ഇതിൽ കൊണ്ടുവന്നിട്ട് വാട്ടും. പണ്ടൊക്കെ എങ്ങനെയാണെന്നറിയോ, ചേട്ടൻ പായസം അടപ്രഥമൻ കുടിക്കാൻ തോന്നണു എന്ന് പറയുമ്പോഴത്തേക്കും വണ്ടി എടുക്കായി പൂവായി ശർക്കരയും അരിയും വാങ്ങിച്ചിട്ട് വരും. ഈ അരിയൊന്നും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവില്ലല്ലോ, ഈ ഉണക്കല്ലരി. അത് വാങ്ങിയിട്ട് വരും. അല്ല, ആദ്യം തന്നെ വളരെ ഈ ഇല വെട്ടിയിട്ട് ടെറസിൻ്റെ മുകളിൽ കൊണ്ടിടും. അപ്പോൾ നമ്മുടെ ഷീറ്റ് അടിച്ചിട്ടില്ലല്ലോ, ടെറസിൻ്റെ മുകളിൽ കൊണ്ടിട്ടിട്ട് ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകും. ഇതൊക്കെ വാങ്ങി വന്ന് വെള്ളത്തിലിടലും ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ബോളിയൊക്കെ ഇടുന്നിട്ട് വാഴല വാടിയിട്ടുണ്ടാവും. അങ്ങനെയാ വില വാടലാണ് ആദ്യത്തെ പണി. ഇതിപ്പോൾ വാടി കഴിയും, വാട്ടി കഴിയും. മിസ്റ്റർ ജഗന്നാഥനാണ് ഇന്ന് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അയ്യോ, ഭയങ്കര കാറ്റുണ്ടല്ലോ സരിത. അതിനിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാന്ന് കാറ്റ് വന്നാലും മഴ വന്നാലും വെയിൽ വന്നാലും ഒക്കെ ചേട്ടൻ എന്നെ വിളിക്കും, സരിതാ നല്ല മഴ വരുന്നുണ്ട്. ഇനി ഇലേനെ വാട്ടിയ ഇലേനെ ഇങ്ങനെ ഒന്ന് കീറി. അയ്യോ, എന്തുട്ടത്? അത് മാവിൻ്റെ ഇലയാണ്. കണ്ട, ഇങ്ങനെ കീറിയെടുക്കും. കീറിയെടുത്തിട്ട് നമ്മൾ വേറെ എല്ലാം ഇങ്ങനെ കമത്തിരുന്നു കേട്ടാ. ഇങ്ങനെ കമത്തിരും, ഇങ്ങനെ അടക്കടക്കായിട്ട് വയ്ക്കണം നമുക്ക്. ഞാൻ ഈ ഇല വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എടുക്കാൻ സുഖമല്ല വെച്ചിട്ടുണ്ട് കേട്ടാ. വാടി കഴിഞ്ഞാൽ കീറാനായിട്ട് നമുക്ക് എളുപ്പമായി. കണ്ട, ഇതാണ് ഇതിൻ്റെ മെത്തേഡ്, അടിയുണ്ടാക്കണതിൻ്റെ മെത്തേഡ്. കണ്ട, ഇങ്ങനെ. അല്ല, ചുരുട്ടാനായാലൊക്കെ വാടിയാലല്ലേ പറ്റുള്ളൂ. വാടണം. പറമ്പിൽ നിന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രസം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പറമ്പ് നമ്മുടെ സൂപ്പറായി തുടങ്ങിയിട്ടാ. സാധനങ്ങളൊക്കെ നല്ല ഇതിൽ വന്നു തുടങ്ങി. ചിലതൊക്കെ പോയാലും സംഗതി ഭംഗി വന്ന് വരുന്നുണ്ട്. ശരത്ത് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ലോല എന്തായി ചോദിച്ചിട്ട്. ലോല അവിടെ വെച്ച ലോല നന്നാവണില്ല. അവിടെ എന്തോ ഈ തെങ്ങിൻ്റെ പട്ടയരില്ലേ, തെങ്ങിൻ്റെ പട്ടയര വെള്ളം ഇങ്ങനെ വീണുണ്ട്. പക്ഷെ ഇവിടുത്തെ ലോല നന്നാവുന്നുണ്ട്. എവിടത്തെ ലോല? ഇതിവിടെ വെച്ചിട്ടുണ്ട് ലോല. ഞാൻ അത് പല സ്ഥലത്തും വെച്ചു. ഒരു ഇതൊക്കെ പോയി, നന്നാവണില്ല, പൊന്തണില്ല. അവിടെ വെച്ചത് ഒന്നും അങ്ങോട്ട് നന്നാവില്ല അല്ലേ? അവിടെ വെച്ചത് അത് ഈ ഇതിൻ്റെയാണ് കുഴപ്പം. എന്നിട്ട് പറയാ ആദ്യത്തെ മതിലരുത്ത്, ആ മതിലരുത്ത് വെക്കണത്. പിന്നെ അവിടെ വേറെ വെച്ചത് എന്തിട്ടായിരുന്നു? കൊത്തമര. കൊത്തമര. അയ്യോ, കൊത്തമര വെച്ചതൊക്കെ പോയി, പക്ഷെ പിന്നെ വെച്ചതൊക്കെ ഉണ്ടായി.
വാഴലപ്പം ഇങ്ങനെ ഇടയിൽ പീസുകളായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ കൃത്യമായിട്ടാണ് വെച്ച് പോയാൽ മതി, കുഴപ്പമുള്ള കാര്യം നല്ലത്. ഇപ്പം ഇങ്ങനെ കയറിയോണ്ടും കുഴപ്പമില്ല. പണ്ട് കാലത്ത് സദ്യകളൊക്കെ ഉണ്ടാവില്ല, ആ സമയത്ത് ഈ സദ്യകൾക്ക് ആദ്യം തന്നെ നമ്മൾ നോക്കുക ചരക്ക് കൊണ്ടുവന്ന് വയ്ക്കും. വലിയ ചരക്ക് 200 ലിറ്ററിൻ്റെയും 250 ലിറ്ററിൻ്റെയും ഒക്കെ വണ്ട ചരക്കുകൾ കൊണ്ടുവന്ന് വയ്ക്കും. ആ ചരക്കിൻ്റെ അളവ് കണക്കാക്കിയിട്ടാണ് സദ്യയുടെ വലിപ്പം മനസ്സിലാവുക. അപ്പോൾ അന്നൊക്കെ 100-125 പേർക്കൊക്കെ സദ്യ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. ആ 125 പേർക്കാണ് 250 ലിറ്ററിൻ്റെ ചരക്കിൽ പായസം വയ്ക്കുക. അപ്പോൾ ഓരോരുത്തരും 1.5 ലിറ്റർ, അത് 3 വട്ടം കൂമ്പാരം കൂട്ടി ചോറ് വാങ്ങിച്ചിട്ട് തന്നെ ഈ വെട്ട് ഗ്ലാസ് പോലത്തെ വലിയ നീല ഗ്ലാസും പച്ച ഗ്ലാസും അങ്ങനത്തെ ഗ്ലാസ്സുകൾ കണ്ടിട്ടില്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്സുകളിലാണ് പായസം കൊടുക്കുക. വണ്ടൻ ഗ്ലാസ്സുകൾ ഓരോന്നും ഇത്രയ്ക്ക് വലിപ്പമുണ്ടാവും ഗ്ലാസ്. ആ ഗ്ലാസ്സിൽ 5-6 ഗ്ലാസ് പായസം കടിക്കും ഓരോരുത്തർ. ഇപ്പം ഇത്രയ്ക്ക് പോകുന്ന 4 ഗ്ലാസ് ചോറ് ഉണ്ട് തുടങ്ങുമ്പോഴേക്കും അടുത്ത് പായസം വന്ന് വിളമ്പിണ്ടാവും. അന്ന് അങ്ങനെയല്ല, അന്ന് ചോറുണ്ട് തിമിർത്ത് ക്ഷീണിച്ച് വയ്യാണ്ടായിട്ട് വേണം പായസം വരാൻ. അത് പായസം ചിലർ കൂടിയൊക്കെ കണ്ടില്ലേ. പാലട ഉണ്ടാക്കോ ചേട്ടാ? എനിക്കും ജഗുനും. ആ, നിങ്ങൾക്ക് എന്തൊട്ട് തേങ്ങ ഉണ്ടാക്കിയരാം. തേങ്ങ ചേട്ടൻ ഉണ്ടാക്കണ്ട, അത് തെങ്ങുമ്പന്ന് കിട്ടും. പാലട ഉണ്ടാക്കുന്നൊരു ബുദ്ധിമുട്ട്. അത് ഞാൻ ഉണ്ടാക്കാം, ഞാൻ ഉണ്ടാക്കിയോളാം. അട വാങ്ങിച്ചു കൊടുക്കും. ഇതിന് ഇത്തിരി അട വന്നാ മതി. പൊടിപൊടിയായിട്ട് അരിഞ്ഞാ പോരെ. അല്ലാന്ന് പണ്ടാളത്തെ ആളുകൾ പായസം കൂടിയപ്പോഴേ എങ്ങനെ ഇരിക്കുന്നു ആലോചിച്ച് നോക്കിയാൽ. ഇല കീറി കഴിഞ്ഞു. ഇനി ഈ ഇല കെട്ടാനായിട്ട് നമ്മൾ ഈ വാഴത്തണ്ടനെ, ഇതിൻ്റെ വാഴത്തണ്ടനെ ഇങ്ങനെ ചെറിയ പീസുകളൊക്കെ എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണപ്പോഴേ നമ്മുടെ MS തൃപ്പുണിത്തറയില്ലേ, ആളിനെ കാണാം. ആള് ഭയങ്കര പാചകക്കാരനാ. ആള് പാചകക്കാരനായത് ഹിസൈനസ് അബ്ദുള്ള. അതൊരു കഥകളി വേഷല്ലേ? ഓ ശരിയാ. ആള് പാചകക്കാരായിട്ട് അഭിനയിച്ചിട്ടില്ലേ അല്ലേ? ഉണ്ടാവുന്നതുകൊണ്ട് എനിക്കറിയില്ല. ചേട്ടാ അങ്ങനത്തെ വള്ളികളൊക്കെ കണ്ട, ഇത് കെട്ടാനാണ് കേട്ടോ. ഇത് കെട്ടാനാണ് സരിതയുടെ ആവശ്യം. അത് ഞാൻ സരിതനെ കെട്ടി, ഈ സരിത അടനെ കെട്ടാൻ പോണു. എന്താ സഹിക്കാൻ പറ്റണില്ല, മോശമയ്യ. തിരുവാവണിരാവ്. ഇത് സെറ്റാക്കി വെച്ചു കേട്ടാ, കണ്ട ഇത് സെറ്റാക്കി വെച്ചു, ഇത് സെറ്റാക്കി വെച്ചു. ഇനി നമ്മൾ അട കുഴയ്ക്കാം. കൈ വൃത്തിയായിട്ട് കഴുകണം. കഴുകിയിട്ടാണ് നമ്മൾ ഈ അട കുഴയ്ക്കാൻ തുടങ്ങാൻ പാടുള്ളൂ. ഇതാണ് അരിപ്പൊടി. ഇതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കും, ചിലർ നെയ്യ് ഒഴിക്കും. നെയ്യ് വേണമെങ്കിൽ ഇത്തിരി ഒഴിക്കാം കേട്ടോ, ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. മതി മതി മതി. ഇനി ഇത്തിരി വെള്ളം. ഇതാണ് ഇതിലത്തെ മെയിൻ സാധനം. വെള്ളം ആവശ്യത്തിന് ഒഴിക്കിട്ട് മതി മതി നിർത്തത്. ഇനി ആവശ്യത്തിന് വേണ്ടോ അത്. നമ്മളൊക്കെ എന്തോരം അട കുഴയ്ക്കാൻ നോക്കണം. എവിടെ ഓരോ സദ്യകൾക്ക് ഇഷ്ടമല്ല ചെയ്യാൻ. ഇത് ഒരാളല്ല, വലിയ ആ ചിരക്കില്ലേ, വലിയ ഏറ്റവും വലിയ ഇതിലല്ല, ഏകദേശം ഒരു മീഡിയം ചിരക്കിൽ ഇത്തിരി വെള്ളം കൊണ്ട് ഒഴിച്ചാൽ. ഇനി ഞാൻ ഒഴിക്കാം, ഞാൻ തോന്നി പോലെ ഒഴിക്കാൻ പാടില്ല. അതാണ് വലിയ ചിരക്കിൽ 3-4 പേര് ഇരിക്കും, തള്ളി വിടുക ചെയ്യുക. ഇതിപ്പോൾ അധികം ഇല്ലല്ലോ. ഇതിന് കുഴക്കാനുള്ള സ്ഥലമില്ലേ, ഈ കുഞ്ഞുരുളിയല്ലേ. കഴിഞ്ഞിട്ട് സരിത മലയാളി മങ്കേര് വരും. സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് വരണം പായസം കുടിക്കാൻ. എന്താ വരാൻ പറ്റില്ലേ? സെറ്റ് മുണ്ട് കൊടുത്തിട്ട് വരുമ്പോഴത്തേക്കും ചേട്ടൻ്റെ പായസം വെപ്പ് കഴിയും. അത്രയ്ക്ക് സമയം എടുക്കും ഞാൻ സാരി കൊടുക്കണമെങ്കിൽ. ഇല്ലില്ല, കഴിയില്ല. അതെ കഴിയില്ലാന്നോ? കണ്ട അടര ഇത് വരുന്നുണ്ട് അങ്ങനെ. ഇതിൽ എനിക്ക് കൈയിട്ട് ആക്കാനായിട്ട് സ്ഥലമില്ല, കുഞ്ഞുരുളിയല്ലേ. നമുക്ക് ഈ ഉരുളി മതി. ഇത് അണുകുടുംബങ്ങൾ
അല്ല അണുകുടുംബല്ലേ നമ്മൾ. അപ്പോൾ ചെറിയ ഉരുളി മതി എന്ന് പറയുന്നത്. ആഹാ എന്ത് രസം. നന്നായി കുഴക്കണം കേട്ടോ. അട തിളപ്പിക്കാനായിട്ട് ഉള്ള വെള്ളം കൊണ്ടിട്ടുണ്ട്. അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ വെള്ളം തിളയ്ക്കണമല്ലോ. വെള്ളം തിളയ്ക്കണതിലേക്ക് വേണം അടയിടണമെങ്കിലേ. സരിത അവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ നമ്മൾ ഈ അട കണ്ടില്ലേ കറക്റ്റ് പാകമായി. കണ്ട ഇങ്ങനെ പാകമായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അളവാണ് വേണ്ടത് കേട്ടോ. കണ്ട ഇതിന് ഈ ഇലമ അണിയാൻ പോവാണ് ഇതാ കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് ചുരുട്ടി തരണം. അതിന് വേണ്ടിയിട്ടാണ് സരിതാനെ നിർത്തി പോണത്. ഇതേ നോക്കി ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ചുട്ടും ടൈറ്റിൽ ചുട്ടും. അങ്ങനെ ഇരുന്ന സൈഡ് തിരിഞ്ഞ് ചുട്ടാൻ പറ്റില്ല. അത് സംഗതി ബെഞ്ച് അല്ല ഇല്ല നിന്നിട്ട് ചെയ്യണം. മേശാമിൽ എന്നിട്ടാണ് ചെയ്യേണ്ടത് കേട്ടാ. ടൈറ്റ് ആയിക്കോട്ടെ. കട ഇങ്ങനെ ടൈറ്റാക്കി കൊണ്ടുപോകണം. ശരിയും റോഡിലേക്ക് അങ്ങോട്ട് പോട്ടെ. ലെഫ്റ്റ് ഓടിക്ക്. നീ പോട്ടെ 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 ലാസ്റ്റ് കെട്ടിയാൽ മതി. അപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ ചുരുട്ടിക്കൊണ്ട് വെച്ചാൽ മതി. അല്ലെങ്കിൽ അടുത്ത പിടിപിടി തന്നെയാണ് ചെയ്യുക. ഇതേട്ടാ അങ്ങനെ ഇതിന് ആ ഇതുകൊണ്ട് കെട്ടും. അതിന് മുന്നേ ഇത് എല്ലാം കൂടെ ആക്കി കഴിഞ്ഞിട്ട് കെട്ടാൻ വെച്ചിട്ടാ. കിണ്ണത്തിൽ കിണ്ണാടിയിൽ വെച്ചിട്ട് ആക്കാം കേട്ടാ. മറ്റേ പീപ്പി പോലെ ഓല പീപ്പി പോലെ അതൊന്നും കുഴപ്പമില്ല. ഇങ്ങനെ ഇരുന്നിട്ട് ആക്കണ കാരനാ. അതെ ഞാൻ മര്യാദയ്ക്ക് നന്നായിട്ട് ചുരുട്ടണ ആളായിരുന്നു. ഇത് പണിയിൽ കഴിഞ്ഞു. ഇനി ഇത് ഇങ്ങനെ വാഴവള്ളി കൊണ്ട് ഇത് ഇങ്ങോട്ട് കെട്ടി കേട്ടാ. വാഴവള്ളിയല്ല വാഴര ഈ ഇലര ഇതുണ്ട്. ഇങ്ങനെ വെറുതെ കെട്ട് കെട്ടും. ഇനി വെള്ളം തിളയ്ക്കണം. ഇതെല്ലാം കെട്ടി വെച്ചിട്ട് വെള്ളം തിളയ്ക്കണോട് കൂടിയിട്ട് അരിക്ക് ഇടണം. നല്ല തിളച്ച വെള്ളത്തിലേക്ക് വേണം ഈ അടയിടണമെങ്കിൽ കേട്ടാ. അല്ലെങ്കിൽ കാറ്റാ ഉറങ്ങാനോ തോന്നണം. അതിന് നല്ല സുഖം. ആ എന്ത് രസാ. ഞാൻ പോവാല്ലേ. പോയിട്ട് നീ സെറ്റ് സാരി ഒക്കെ കൊടുത്തിട്ട് ഒരു വരവ് വരും. മുല്ലപ്പൂവൊക്കെ ചൂടിയോട്ടെ. ഞാൻ വാങ്ങിച്ചു വന്ന് വെച്ചിട്ടുണ്ട് അവിടെ മുല്ലപ്പൂവ്. എപ്പോഴത്തേക്ക് ഉടുത്ത് കഴിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒറ്റയ്ക്കായിട്ട് കൊടുക്കാൻ പോകണം. അല്ലെങ്കിൽ എനിക്ക് സാധാരണ പുറത്തേക്കൊക്കെ പോകുമ്പോൾ സീമ ചേച്ചി ഉടുപ്പിച്ച് തരും. ഇതിപ്പോൾ ഉടുത്തിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കാനല്ല. അപ്പം ഞാൻ തന്നെ ഉടുക്കാൻ പോവാം. പോയിട്ട് വാ. നമ്മുടെ ഈ വെള്ളം നന്നായി തിളച്ചിട്ട് കണ്ട ഇങ്ങനെ തിളയ്ക്കണം. വെട്ടി തിളയ്ക്കണം എന്ന് പറയുക. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇത് ഇടുന്നു കേട്ടാ. ഒരു മിനിറ്റ്. എന്തുണ്ട് ഇത് മുക്കി ഇടണം. അയ്യോ ഒരു മുങ്ങറ കുറച്ചുള്ളടാ ശരിക്കും. നീല് കിടന്ന് വേണം. മൂടി വയ്ക്കാം. മൂടി വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. മൂടി വയ്ക്കാം. ഇപ്പോഴേ ഒരു 10-12 മിനിറ്റ് നേരം തിളച്ചുവിട്ടത്. തിളച്ചെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കിടന്ന് ഇത് വെന്തുണ്ടാവും. അപ്പോൾ അട വെന്തുണ്ടാവും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ അടയില്ലേ ഇത് നേരെ തനി പച്ചവെള്ളത്തിൽ ഇടാം. തീ ഓഫ് ചെയ്യാം. തണുത്ത വെള്ളത്തിലേക്ക് ഇത് ഇടണം കേട്ടോ. നമ്മളിത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മുടെ ശർക്കര ഉരുക്കാം. അപ്പോൾ നമ്മൾ പാത്രം അടപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം ഒഴിക്കുന്നു. മറയൂർ ശർക്കരയാണ് എടുക്കുന്നത് കേട്ടോ. മഹിമ. അപ്പോൾ അത് ഒരു 100-400 ഗ്രാം ഞാൻ എടുക്കുന്നുണ്ട്. ഇതേ ഇങ്ങനത്തെ തൊണ്ടുമ്പോഴേക്കും ഇത് അരിക്കേണ്ട ആവശ്യം വരുന്നില്ലേ. ഈ ശർക്കര അരിക്കേണ്ട ആവശ്യം വരില്ല. കല്ലും കട്ടിയും ഒന്നും ഉണ്ടാവില്ല. ഏകദേശം ഒരു 400 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉരുക്കട്ടെ. അപ്പോൾ ആ സമയത്ത് കൊണ്ട് നമുക്ക് ഈ അടനെ ഈ ഇല ഇങ്ങോട്ട് കീറാം. ഇതാണ്ട ഇതിലട കണ്ട കണ്ട ഇതാണ് അട. കണ്ട ഇങ്ങനെ അട പിടിപ്പിച്ചില്ല. ഈ ഇല മുട്ടി പിടിക്കില്ല അട. ഈ എണ്ണ വെളിച്ചെണ്ണയാക്കണില്ലേ. ചിലർ നെയ്യാക്കൂട്ടാ. നമ്മൾ വെളിച്ചെണ്ണയാണ് ആക്കിയത്. എനിക്ക് അട കണ്ട കണ്ട അട നമ്മുടെ ശർക്കര ഉരുക്കി കഴിഞ്ഞതുകൊണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം.
ഒന്ന് അരിച്ച് വെള്ളം വാലണം, ഇനി കംപ്ലീറ്റ് വെള്ളം വാന്ന് പോകണം. പായസം വയ്ക്കാനുള്ള ഉരുളി അടപ്പത്ത് വയ്ക്കണം കേട്ടോ. ഉരുളി അടപ്പത്ത് വെച്ചപ്പോഴാണ് നാളികേരം പാലെടുക്കാൻ മറന്നുപോയി. ഇത് 4 നാളികേരത്തിൻ്റെ 1-ാം പാലും 2-ാം പാലും കേട്ടോ. ഈ 1-ാം പാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തുണ്ട് വെള്ളം പോലും ഒഴിക്കാണ്ട് നമ്മൾ പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ 1-ാം പാല്. 2-ാം പാലിൽ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മറന്ന് മെയിനായിട്ട് നമ്മുടെ ഉരുളി ചൂടായി. അപ്പോൾ അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിക്കാൻ പോകണം കേട്ടോ. ഒരു വലിയ ടീസ്പൂണാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ശർക്കര നീര് ഒഴിക്കണം കേട്ടോ. ഇതരിക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും നമ്മുടെ അടയിലത്തെ വെള്ളമൊക്കെ വാന്ന് പോയിട്ടുണ്ട് കേട്ടോ. കേട്ടോ, ഇതിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ ഇതിൽ ഈ വാഴലേരം ഞാരുകളുണ്ടോ നോക്കണം. അതെ, ഞാരുണ്ട്, ഒരു ഞാരുണ്ട് കണ്ട, ഒരു ഞാര് കിട്ടി. പിന്നെ ചിലവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അട ഇങ്ങനെ നുറുക്കും, കത്തി കൊണ്ട് നുറുക്കും. അപ്പോൾ നമുക്കിനി ഈ അട ഇരിക്കാണ്ട് ചേർക്കാം കേട്ടോ. ഇതേ ഇനി ഇളക്കാം. ഇളക്കണതിൻ്റെ ശബ്ദം കേൾക്കാം കേട്ടോ. ഉരുളിയിൽ ഇളക്കണതിൻ്റെ ശബ്ദം ചട്ടകം കൊണ്ടാണ് ഇളക്കണത്. ഇനി ഇത് നന്നായി വരട്ടി വരണം. ഇപ്പം വെള്ളമൊക്കെ വറ്റി തുടങ്ങി വേണ്ട, വരട്ടി വന്ന് തുടങ്ങി വേണ്ട. അടേനെ വരട്ടി എടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഇനി നാളികേരം പാൽ ഒഴിക്കാം കേട്ടോ. നമുക്ക് 2-ാം പാല് ആദ്യം ഒഴിക്കാം. കുറച്ച് ശേഷം ഇത് ഒഴിക്കാം. ഈ പണി കഴിഞ്ഞു. അവിടെ പായസം നോക്കിയാൽ പാകമായി വരികയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിരിക്കേ ഒരു നുള്ളു ഉപ്പ് ഇടാം കേട്ടോ. ഒരു നുള്ളു ഉപ്പ് വേറെ കണ്ടോ, ഒരു നുള്ളു ഉപ്പ് ഇട്ടാ. അവസാന സമയമായി തുടങ്ങിയിട്ടാ പായസത്തിൻ്റെ. 1-ാം പാൽ ഒഴിക്കാം. കണ്ട എന്തൊരു കട്ടിയായി പാൽ നോക്കിയാൽ. ഇത് പാത്രത്തും പിടിച്ചോണ്ട, തുണ്ട് വെള്ളം ഒഴിക്കാണ്ട് ചെയ്യുമ്പോഴുള്ള ഇതാണ് കേട്ടോ. ഇത് ഇളക്കാം. ഈ തിളവരേണ്ട ആവശ്യമില്ല. ഉരുളിക്ക് ഭയങ്കര ചൂടുണ്ടാവും. അപ്പോൾ സാധാരണ ഉരുളിയിൽ നിന്ന് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ ഇതാവും, ആ കട്ടിയിൽ തന്നെ നിൽക്കും. അല്ലെങ്കിൽ കട്ടി കുറയും. കറക്റ്റ് കട്ടിയാണ് കേട്ടോ. ഇനി ആവശ്യമില്ല. തീ ഓഫ് ചെയ്തു. ഞാനേ പായസത്തിൽ ഏലക്കായ് പൊടി ഇടാൻ മറന്നു കേട്ടോ. അപ്പോൾ ഏലക്കായ് പൊടി നമ്മൾ പായസത്തിൻ്റെ ഒരു മണം വരണ്ടേ, ഏലക്കായ് പൊടിയിട്ടാ. അതെപ്പോൾ ഇട്ടാലും കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ഇടണം. മറന്നു പോയതാണ്. ഇനി കാച്ചാട്ട ഇത് ഈ സ്റ്റൂളിലേക്ക് ഇരുന്നോട്ടെ. കാച്ചുന്ന പാത്രം അടുപ്പത്ത് വയ്ക്കുന്നു. നെയ്യ് ഓരോ ടീസ്പൂണിലൊക്കെ അധികം നമ്മൾ വീണ്ടും ചേർക്കണം കേട്ടോ. അവിടെ പാത്രം ചൂടായി. അണ്ടിപ്പരിപ്പരിക്കിടാം. പാത്രമായി ഭയങ്കര ചൂടുണ്ട്. അണ്ടിപ്പരിപ്പ് മൂത്തു. അപ്പോൾ അതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരി വേണ്ടി ഇടാം കേട്ടോ. ഉണക്കമുന്തിരി എല്ലാം ഊർന്ന് തുടങ്ങി. നല്ല ഭംഗിയായി. ഇനി നമുക്ക് നമ്മുടെ പായസത്തിൻ്റെ അലങ്കോലപ്പണി കഴിഞ്ഞു അല്ലേ? ഞാൻ അല്പം വൈകിപ്പോയി. പായസപ്പണി കഴിഞ്ഞു. ഞാൻ ഈ ഒരു പായസം കുടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ട് ഇത് ഉടുപ്പിച്ചത് ചേട്ടൻ. എന്നിട്ട് ഒരു പായസം കുടിക്കാൻ വേണ്ടിയിട്ടാണോ എന്നെ കൊണ്ട് ഇത് ഉടുപ്പിച്ചത്? ഇവിടെ മനുഷ്യൻ പണിയെടുത്ത് തോറ്റു എന്നുള്ള കാര്യം ആലോചിച്ചൂടെ? ആ പായസം റെഡി അല്ലേ? പായസത്തിന്റെ കളർ കുറവാ. ആ കളർ നാളികേരം പാല് ഉണ്ട്. ശർക്കര നീരിന് അല്ല, ശർക്കര തനി കറുത്തതല്ലല്ലോ. പക്ഷേ ഈ പാത്രത്തിൽ നിന്ന് കട്ടി ഇത്തിരി കൂടുതൽ ചൂടുണ്ടാവും. ഡവറിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഭംഗി പോകും. അവിടെ നിന്നോട്ടെ. ചേട്ടൻ മുണ്ടൊക്കെ എടുത്ത് കുളിച്ചിട്ട് മുണ്ടെടുത്തിട്ട് ആരുടെയും അവിടെ സൗണ്ട് കേട്ടത് അപ്പം ആരുടെ ആയിരുന്നു? ഞാൻ നാളികേരം പാൽ എടുക്കാവുന്നതാ. അടുത്തുകൊണ്ട് നോക്കിയാൽ മറന്നില്ല. അപ്പോഴേ ഞാൻ കുളി കഴിഞ്ഞ് വന്നു. പായസം കൊണ്ട് പായസം ഇതിൽ ചെറിയേട്ടൻ തിപ്പന്നെ വന്നിരിക്കണു. ഞാനിവിടെ നിൽക്കണ കണ്ടിട്ട് പായസം എപ്പോഴാണ് ഉണ്ടാക്കാൻ തുടങ്ങണേന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഉണ്ടാക്കൽ കഴിഞ്ഞു. ഉണ്ടാക്കൽ കഴിഞ്ഞ ഇപ്പം എന്നെ ലടാണീണ് കണ്ടേ. ഇതിലെന്തൊക്കെ കുഴപ്പമൊന്നും ചെയ്യില്ല. ഇതിൽ ചൂടായിട്ട് ഇത്തിരി കട്ടി കുറുക്ക് പോലെ ഇട്ടുണ്ട്.
എന്നാൽ അത് മാറ്റി വെച്ചാൽ മതിയായിരുന്നു. പായസം ഇത്തിരി കട്ടി കൂടിയിട്ടുണ്ടാവണം, കാരണം ഈ പാത്രത്തിന് ചൂട് കുറുക്ക് പോലെ ആയിട്ടുണ്ട്. കുഴപ്പമില്ല. അപ്പം ഇത്ര കട്ടിയാകുമ്പോഴത്തേക്ക് എന്താ ഇറക്കാഞ്ഞേ? അല്ല, ഇതിൽ നിന്ന് കട്ടി ആ പാത്രം ഞാൻ പറഞ്ഞു പ്ലേറ്റിലേക്ക് മാറ്റണന്നേ. പ്ലേറ്റിലേക്കല്ല, വേറെ പാത്രത്തിലേക്ക് മാറ്റണം. ആ അവിടെ കഴുകല. അയ്യോ, വെള്ളടിക്കലല്ലോ ഇനി കഴിഞ്ഞാ നമ്മളതും ഇരുന്നിട്ട് കുടിക്കാന്ന് വെച്ചിട്ട് വന്നത്. അപ്പൊ ഇവിടെ കഴുകല് അതിന് മോളി വെക്കിട്ടെ പാത്രത്തില്. ഈ പാത്രത്തിൽ ഇരുന്നിട്ട് മഴ കൊള്ളണ ആരെ പൂപ്പല് വരുന്നല്ലേ. ഞാനേ എന്തായാലും ഒരു പൊട്ട് പായസം എടുത്ത് കുടിക്കുന്നുണ്ട്. ഞാൻ ഇതിന്റെ ടേസ്റ്റ് ഒന്നും നോക്കിയിട്ടില്ല. ഞങ്ങൾ ആരും നോക്കിയിട്ടില്ല ടേസ്റ്റ്. ഇതിന്ന് മാറ്റുന്നതായിരുന്നു പാത്രത്തിൽ നിന്ന്. ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞ മാറ്റാൻ പറ്റില്ലാന്ന്. അല്ല, അത് ഒക്കെ പറയണ ചേട്ടൻ തന്നെയാ. പാത്രത്തിൽ തന്നെ അതിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ കുറുക്ക് പോലെയാവുന്ന് പറഞ്ഞു, കട്ടിയാവുന്ന്. എന്നാ അതിന്ന് മാറ്റാന്ന് പറഞ്ഞപ്പോ അതിന്ന് മാറ്റി ഭംഗി പോന്ന്. മധുരത്തിന് വേണ്ടിയായിരുന്നു. അതെ, മധുരം കുറവാ. ഞാൻ കറക്റ്റ് 1/2 കിലോ എടുത്തില്ല. അതെ. ഓ, കസവും കൊണ്ട് കൊടുക്കാൻ കുളിക്കൊന്നും വേണ്ട. ഭയങ്കര മധുരല്ലേ ചേട്ടാ, മധുരം ഇത്തിരി കുറവാ. കുറവ് മതി, കുടിക്കണം. എൻ്റെ അളവ് ഇത്തിരി കൂടുന്നു മാത്രം. അതിലിൻ്റെ എന്നിട്ടേ കട്ടി കൂടി. അതിനും പകർത്തണ്ടായിരുന്നു. ആ പാത്രത്തിന് ഭയങ്കര ചൂടായിരുന്നു. എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ജഗ്ഗോടി ഉണ്ട് ജഗ്ഗു ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ലേ. ജഗ്ഗു ആയിരുന്നു ഷൂട്ട് ചെയ്യണതേ. പായസം കുടിക്കണ്ട ജഗ്ഗു? കുടിക്കണമല്ലോ. അതെ, അത് നിനക്ക് അയ്യാനല്ലേ ചേട്ടൻ കിട മുങ്ങിയപ്പോഴേക്കും പറഞ്ഞ പോലെ കസവും കൊണ്ട് കൊടുക്കാൻ പോയാ ചേച്ചിയെ. ആ, അടിപൊളി. കണ്ട ആൻലൻ ചേട്ടൻ വരണ വരവ് നോക്ക്. നെറ്റിപ്പട്ടം മണിഞ്ഞ ഗജവീരൻ വരണ പോലെ. ചേച്ചിമാരൊക്കെ പിന്നെ പണിയിലാണ് കേട്ടാ. എന്നാലും പായസം കുടിച്ചു ചേച്ചിയെ. ഓണം വയ്ക്കാറായില്ലേ. സ്പൂണ് വേണം കഴിക്കണമെങ്കിൽ. ഇത് അപ്പൊ ഞങ്ങൾ പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിമാര് വന്നിട്ടില്ല ചേട്ടാ. അവര് ഞാൻ പറഞ്ഞില്ലേ, അവര് പണിയിലാണ്. പിന്നെ അവര് വീട്ടിലിടുന്ന വേഷമായ കാരണം ഇനിയിപ്പോൾ അത് മാറാനൊക്കെ നിൽക്കണ്ടേ. അപ്പം അത് കാരണം അവർക്ക് വീഡിയോയിലേക്ക് വരാനൊരു മടി. അപ്പൊ ചേച്ചിക്കുള്ളത് അതന്നെ, അതും കൂടി ആയതുകൊണ്ടാണ്. സാധാരണ വീഡിയോ ആണെങ്കിൽ ചിലപ്പോൾ അവർ വന്നേനെ. ചെറിയച്ചിക്കുള്ള പായസം ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. സീമ ചേച്ചിക്കുള്ളത് നമ്മൾ ക്യാമറ ഓഫ് ആക്കിയിട്ട് ചേച്ചി ഒന്ന് കുടിച്ചോളൂ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.